ഹായ് സുഹൃത്തുക്കളെ, സഹകരണ നിയമത്തിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യ പൊതുയോഗവും വാർഷിക പൊതുയോഗവും. ആദ്യം നമുക്ക് ആദ്യ പൊതുയോഗം പഠിക്കാം. ആദ്യ പൊതുയോഗത്തിൻ്റെ ചട്ടം 8 അതായത് റൂൾ 8 പ്രകാരമാണ് ആദ്യ പൊതുയോഗം കൂടുന്നത്. ആദ്യ പൊതുയോഗം എപ്പോൾ കൂടണം? ഒരു സംഘം രജിസ്റ്റർ ചെയ്ത തീയതി മുതൽ 3 മാസത്തിനകം ആദ്യ പൊതുയോഗം കൂടിയിരിക്കണം. ഈ ആദ്യ പൊതുയോഗം വിളിച്ചു ചേർക്കേണ്ടത് ആരാണ്? മുഖ്യ സംഘാടകനാണ്, അല്ലെങ്കിൽ ചീഫ് പ്രൊമോട്ടറാണ് ആദ്യ പൊതുയോഗം വിളിച്ചു ചേർക്കേണ്ടത്. ഈ ആദ്യ പൊതുയോഗം വിളിച്ചു ചേർക്കുന്നതിൽ മുഖ്യ സംഘാടകൻ പരാജയപ്പെടുകയാണെങ്കിൽ രജിസ്ട്രാർ അധികാരപ്പെടുത്തുന്ന വ്യക്തിക്ക് ആദ്യ പൊതുയോഗം വിളിച്ചു ചേർക്കാം. അങ്ങനെ ആദ്യ പൊതുയോഗം വിളിച്ചു ചേർക്കുമ്പോൾ സംഘത്തിൻ്റെ രജിസ്ട്രേഷനുള്ള അപേക്ഷയിൽ ഒപ്പിട്ടിട്ടുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തി വേണം ആദ്യ പൊതുയോഗം വിളിച്ചു ചേർക്കാൻ. ഇനി ആദ്യ പൊതുയോഗത്തിൽ പരിഗണിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു യോഗാധ്യക്ഷനെ തിരഞ്ഞെടുക്കണം. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത് ലഭിച്ചിട്ടുള്ള നിയമാവലി വായിച്ച് റെക്കോർഡാക്കണം. അതുപോലെ അംഗങ്ങളെ പ്രവേശിപ്പിക്കുക, അതുപോലെ തന്നെ ഓഹരി അനുവദിക്കുക. പിന്നെ അടുത്ത വർഷത്തേക്കുള്ള ഒരു താൽക്കാലിക ബഡ്ജറ്റ് അംഗീകരിക്കുക. അതുപോലെ തന്നെ മുഖ്യ സംഘാടകൻ സമർപ്പിക്കുന്ന കണക്കുകൾ സംബന്ധിച്ച് അംഗീകാരം നൽകുക. പിന്നെ യോഗാധ്യക്ഷൻ അനുവദിക്കുന്ന മറ്റ് കാര്യങ്ങളും അജണ്ടയിൽ ഉൾപ്പെടുത്താം. ഇത്രയുമാണ് ആദ്യ പൊതുയോഗം, അല്ലെങ്കിൽ ഈ ആദ്യ പൊതുയോഗത്തിനെ പ്രഥമ പൊതുയോഗം എന്നും പറയും. ഇംഗ്ലീഷിലാണെങ്കിൽ ഫസ്റ്റ് ജനറൽ ബോഡി എന്ന് പറയും. വാർഷിക പൊതുയോഗം നമുക്ക് നോക്കാം. ആനുവൽ ജനറൽ ബോഡി. വാർഷിക പൊതുയോഗം വകുപ്പ് 29 പ്രകാരമാണ് വിളിച്ചു ചേർക്കേണ്ടത്. എപ്പോഴാണ് വാർഷിക പൊതുയോഗം വിളിച്ചു ചേർക്കേണ്ടത്? സാമ്പത്തിക വർഷം അവസാനിച്ച് 6 മാസത്തിനകം വാർഷിക പൊതുയോഗം വിളിച്ചു ചേർക്കണം. ഇപ്രകാരം വിളിച്ചു ചേർക്കേണ്ടത് ആരാണ്? സംഘത്തിൻ്റെ ഭരണസമിതിയാണ് വിളിച്ചു ചേർക്കേണ്ടത്. അപ്രകാരം ഭരണസമിതി വിളിച്ചു ചേർക്കുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ രജിസ്ട്രാർ അധികാരപ്പെടുത്തുന്ന വ്യക്തിക്ക് ഈ പറയുന്ന കാലപരിധിക്ക് ശേഷം 90 ദിവസത്തിനകം പൊതുയോഗം വിളിച്ചു ചേർക്കാം. അതേസമയം പൊതുയോഗം വിളിച്ചു ചേർക്കാൻ പരാജയപ്പെട്ട ഭരണസമിതിയിലെ ഉത്തരവാദപ്പെട്ട അംഗങ്ങൾക്ക് അവർ ഭരണസമിതി അംഗമായി തുടരുന്നതിനുള്ള യോഗ്യത നഷ്ടപ്പെടും. മാത്രമല്ല, അടുത്ത ഒരു ടേം മത്സരിക്കുന്നതിനും അവർക്ക് അയോഗ്യരായിരിക്കും. ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഈ വാർഷിക പൊതുയോഗത്തിൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ? അതായത് ബൈലോ ഭേദഗതി ചെയ്യുന്നത് ഈ പറയുന്ന പൊതുയോഗത്തിൽ വെച്ചായിരിക്കും. അതുപോലെ തന്നെ ബഡ്ജറ്റ് പാസ്സാക്കുക, തെരഞ്ഞെടുപ്പ് നടത്തുക, അറ്റാദായ വിഭജനം നടത്തുക, അതുപോലെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ടും വാർഷിക റിപ്പോർട്ടും പരിചിന്തനം ചെയ്യുക, അല്ലെങ്കിൽ അവലോകനം ചെയ്യുക. ഇതുപോലെ തന്നെ മുൻ ഈ പറയുന്ന നമ്മുടെ ഭരണസമിതി അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും അതുപോലെ തന്നെ ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും മുൻ സാമ്പത്തിക വർഷത്തെ സംഘത്തിലേക്കുള്ള ബാധ്യതയെ സംബന്ധിച്ച് പരിഗണനയും ഈ പറയുന്ന പൊതുയോഗത്തിൽ തന്നെയാണ് അജണ്ടയായിട്ട് ഉൾപ്പെടുത്തുന്നത്, പരിഗണിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ആദ്യ പൊതുയോഗവും അതുപോലെ തന്നെ വാർഷിക പൊതുയോഗവും തമ്മിലുള്ള കാര്യങ്ങൾ. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
സഹകരണ നിയമവുമായി ബന്ധപ്പെട്ട മുമ്പ് ഞാൻ ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് കാണുക. പിന്നെ മാത്രമല്ല, ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.